അച്ചപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരും കൂടുതൽ അച്ചപ്പത്തിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം കേട്ടോ. ആദ്യം തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന അച്ചിനെ പറ്റി നന്നായി അറിയാം. അച്ചിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അച്ചപ്പം 75% നന്നാവും. ബാക്കി ഒരു 25% മാത്രം ബാറ്ററിന്റെ പ്രശ്നം കൊണ്ട് നന്നാവാതിരിക്കത്തുള്ളൂ. എംടാസ്റ്റിക് ബൈ സബിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കാരണന്മാർ മുതൽ അച്ചപ്പം ഉണ്ടാക്കി വരുന്നത് പച്ചരിപ്പൊടി കൊണ്ടാണ്. ആ ഒരു അച്ചപ്പത്തിന്റെ നോർമൽ ട്രഡീഷണൽ ടേസ്റ്റും ടെക്സ്ചറും ബാറ്റർ നന്നായിട്ട് ബൈൻഡ് ആവാനും അച്ചപ്പം നല്ല ഷേപ്പിന് കറക്റ്റായിട്ട് വരാനൊക്കെ ആയിട്ട് റോ റൈസ് ഫ്ലോർ തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് നമുക്കിന്ന് പച്ച അരിപ്പൊടി വെച്ചിട്ട് അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വറുത്ത അരിപ്പൊടി വെച്ചിട്ടുള്ളത് വേറെ റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ. വറുത്ത അരിപ്പൊടി കൊണ്ട് അച്ചപ്പം ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസിലും പിന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വറുത്ത അരിപ്പൊടി കൊണ്ട് അച്ചപ്പം ചെയ്യേണ്ട കേട്ടോ. നന്നാവില്ല, ബൈൻഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും, അച്ചപ്പം ഷേപ്പ് ആവില്ല. അതുകൊണ്ട് പച്ച അരിപ്പൊടി കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം. പച്ചരിപ്പൊടി അങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അത് അറിയാവുന്നവരും കയ്യിൽ ഓൾറെഡി ഉള്ളവരും അടുത്ത കുറച്ച് സമയം ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അച്ചപ്പം ഉണ്ടാക്കുന്നത് മാത്രം കാണാം. പൊടിക്കാനുള്ള പച്ചരി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതിൽ വല്ല കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെറുക്കി കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം 2-3 പ്രാവശ്യം മാറ്റി പശുപശപ്പൊക്കെ പോകണ വരെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇത് പൊടിക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് നേരം വെള്ളത്തിലിടണ്ട കേട്ടോ. ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഡ്രൈ ആക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേനും നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരും. അതിനുശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. ഒരു 3-4-5 മണിക്കൂറൊക്കെ ആ കൊട്ടയിൽ തന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം പോയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഒന്ന് വിതറിയിട്ടേക്കാം. അപ്പോൾ കുറച്ചൊരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വെള്ളം പോയി ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്കതെടുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45-1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി അത് ചെറിയ മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അതിൽ പകുതി ഭാഗത്തോളം മാത്രം നിറയ്ക്കാവുള്ളൂ കേട്ടോ. കുത്തി നിറച്ച് നിറയ്ക്കാൻ പാടില്ല, പൊടിയായി കഴിയുമ്പോഴത്തേനും ഇരട്ടിയാവും. അതുകൊണ്ട് പകുതി മാത്രം അരി നിറച്ചിട്ട് പൊടിച്ചെടുക്കാം. പുട്ടൊഴിച്ചുള്ള ഏകദേശം എല്ലാ സ്നാക്സുകൾക്കും വളരെ നൈസ് ആയിട്ടുള്ള പൗഡറാണ് നമുക്ക് വേണ്ടത്. പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു സംഭവമാണിത്, പൊടിയരിക്കുന്ന അരിപ്പ. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഒക്കെ പൊടിയരിക്കുന്ന ആ ഒരു അരിപ്പല്ല കേട്ടോ. അതായത് വളരെ നൈസ് ആയിട്ടുള്ള തുളയും പല തുളയുടെ ഉണ്ട്. അതിൽ വളരെ നൈസ് ആയിട്ടുള്ള തുളയുടെ അരിപ്പയിൽ അരിച്ചെടുക്കുക. അങ്ങനെ പല ട്രിപ്പായിട്ട് കംപ്ലീറ്റ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്നതാട്ടോ ഇതുപോലെ ഇച്ചിരി തരി ആയിട്ടുള്ളത്. പുട്ടിൻ്റെ പൊടി നനയ്ക്കൂലേ, അപ്പോൾ അതിൽ നമുക്കിത് ചേർക്കാം. അതുവരെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ. പുറത്ത് വെച്ചാൽ കേടായി പോകും, പച്ച പൊടി ആയതുകൊണ്ട്. ഈ ഒരു പൊടിയിൽ നിന്ന് 2 കപ്പ് എടുത്ത് നമുക്ക് പച്ചപ്പം ഉണ്ടാക്കാം. മാക്സിമം 1 മാസം വരെയൊക്കെ ഫ്രീസറിൽ വെക്കേണ്ടി വരും ഇരിക്കണമെന്നുണ്ടെങ്കിൽ. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് കേടായി പോകും ഈ ഒരു പൊടി. പൊടിച്ചപ്പോൾ തന്നെ കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഇതിൽ ചെറിയൊരു മോയ്സ്ചർ ഉണ്ടാവും. അത് പോകാനായിട്ട് ഷെയ്ഡിൽ എവിടെയെങ്കിലും ഒരു 4 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ വെക്കാം. ഒരു ഷെയ്ഡ് കിട്ടുന്ന ജനലിൻ്റെ സൈഡിലോ ബാൽക്കണിയിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചാലും മതി. നല്ലൊരു സ്മൂത്ത് ബാറ്ററി കിട്ടാനായിട്ടും നല്ലൊരു ടെൻഡർ ഫ്ലേവറിനായിട്ട് കോക്കനട്ട് മിൽക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അച്ചപ്പത്തിൽ. പിന്നെ ലോങ് ലാസ്റ്റിങ്ങിനൊക്കെ ഒരുപാട് നാൾ വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോക്കനട്ട് മിൽക്ക് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു തേങ്ങാപ്പാലിന് പകരം അധികം കട്ടിയില്ലാത്ത സാധാരണ പാലും യൂസ് ചെയ്യാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ടോ തേങ്ങാപ്പാൽ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഭയങ്കര കട്ടിയുള്ള മിൽക്ക് നമുക്ക് വേണ്ട, ഇത്തിരി ലൂസായിട്ട് മീഡിയം തിക്നെസ്സിലുള്ള മിൽക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം ഇതാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തികഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി, നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പച്ച അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എള്ള്, മധുരം ബാലൻസ് ചെയ്യാനും ഫ്ലേവറുകളൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നടുക്ക് കുറച്ച് ഇതുപോലെ സ്ഥലം ഉണ്ടാക്കിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം. അച്ചപ്പം എക്സ്ട്രാ ലൈറ്റും ക്രിസ്പി ആവാനായിട്ട് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടെടുക്കാം. ദോശ ബാറ്ററിനേലും ഇത്രയും കൂടി ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ പഞ്ചസാര മെൽറ്റ് ആവാനായിട്ട് പഞ്ചസാരയും എഗ്ഗും കുറച്ച് മിൽക്ക് നമ്മൾ ഒഴിച്ചെടുത്തതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പൊടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എഗ്ഗ് ഇടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇടാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ആയാൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 1/2 കപ്പിന് മുകളിലായിട്ട് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ ഭയങ്കര ലൂസാട്ടോ, എള്ളൊക്കെ ഭയങ്കരമായിട്ട് മുകളിൽ പൊങ്ങി കിടക്കണുണ്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെച്ച് 2 പ്രാവശ്യമായിട്ട് അരിപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്.
ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ദോശമാവിനേലും ഇത്രയും കൂടി ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. വറുത്തരിപ്പൊടിക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഓയിൽ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അച്ച് സ്ഥിരം ഉപയോഗിക്കാത്ത അച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുളി ഇട്ടൊന്ന് തിളപ്പിച്ച് കളയുന്നത് നല്ലതായിരിക്കും. വെള്ളത്തിൽ കുറച്ച് കുടംപുളി അല്ലെങ്കിൽ വാളംപുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അച്ചും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് അച്ച് സോപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ചേക്ക് എടുത്താൽ മതി. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കൊന്നും ആയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ലൂസ് ആക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. 1-2 അച്ചപ്പം ചുട്ട് നോക്കാം. എന്നിട്ട് തിക്കായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു സ്പൂണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. അതിൻ്റെ പുറത്ത് കണ്ടോ ബാറ്റർ പിടിച്ച് നിൽക്കണമുണ്ട്. എന്നാൽ ബാക്കിയുള്ളത് എക്സസ് ആയിട്ടുള്ളത് ഊർന്ന് പോകണമുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരു കാര്യം മറന്നു പോയായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ജീരകം ഇട്ടില്ലായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓയിൽ അവിടെ ചൂടായി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് പോകാം. അച്ച് നന്നായിട്ട് ചൂടാവണം കേട്ടോ. നല്ല ചൂടായിരിക്കണം, എന്നാലാണ് ബാറ്റർ അച്ചിൽ പിടിക്കുള്ളൂ. ഓയിൽ ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അച്ചും കൂടി അതിലേക്ക് അങ്ങ് ഇട്ടേക്കാം. ഓയിൽ ചൂടാകുന്നതനുസരിച്ച് അച്ചും ചൂടായി വന്നോളും. പക്ഷേ ഓയിൽ പുകയരുത് കേട്ടോ. പുകഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അച്ചും ചൂടാവും. ഓയിൽ പുകയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കി ഇടാം. ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഓണാക്കിയിട്ട് ഫ്രൈ ചെയ്താൽ മതി. അച്ച് ചൂടിൻ്റെ തന്നെ ഓയിലിൽ നിന്ന് എടുത്ത് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് മാവിലേക്ക് മുക്കാം. മാവിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കരുത്. 1/4 ഭാഗം മാത്രം മുങ്ങി പിടിക്കാവുള്ളൂ. അതിനുശേഷം ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ മാവിൽ നിന്ന് പൊക്കിയെടുത്ത് ഓയിലിലേക്ക് വെക്കാം. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബാറ്റർ നമ്മുടെ അച്ചിൽ നിന്ന് വിട്ടു പോയില്ല. എത്രയൊക്കെ കുടഞ്ഞിട്ടും അത് പോയിട്ടുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യം ബാറ്റർ മുക്കി കഴിയുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാറ്റർ അച്ച് ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി തിക്കാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലൂസായി ഓയിൽ ചാടിയിട്ട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊടിയിട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക. തിക്കോ ലൂസൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അച്ചപ്പം കംപ്ലീറ്റ് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് അത് വിട്ടു പോകുന്നത്. അച്ചും ഓയിലും നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലും അച്ചും നന്നായിട്ട് ഒട്ടും ചൂടാവാണ്ടിരുന്നുകൊണ്ടാണ് കേട്ടോ അത് വിട്ടു പോരാണ്ടിരുന്നത്. ഇനി അടുത്തതിൽ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം. ഇത്രയും നേരം അത് കരിയണ വരെ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേനും എന്താ സംഭവിച്ചതെന്നറിയോ? ഓയിലൊക്കെ നന്നായിട്ട് പുകഞ്ഞ് ഓവറായിട്ട് ചൂടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ച് വല്ലാതെ ചൂടായി പോയതുകൊണ്ട് അതിലേക്ക് ഒട്ടും തന്നെ മാവ് പിടിച്ചില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം ഒന്ന് ഓഫാക്കി ഇടാം കേട്ടോ. ഞാൻ തീ ഓഫാക്കിയിട്ടേക്കായിരുന്നു. മോഡിലേക്ക് ബാറ്ററി പിടിക്കാത്തതിനുള്ള മറ്റൊരു കാരണം കൂടിയാണ് അച്ചിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് അടിയിൽ ഒന്ന് വെച്ചെടുത്തിട്ട് ബാറ്ററിലേക്ക് മുക്കി ഫ്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടും. ഈ ഒരു അച്ചപ്പത്തിൽ ചൂടും ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആട്ടോ. എന്നാലും ഇത് കറക്റ്റ് ആയിട്ടില്ല. ഇതിന് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ, ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ബാറ്ററൊക്കെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. അടിഭാഗത്ത് ബാറ്ററൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇച്ചിരി തിക്കാണ്. എക്സസ് ആയിട്ടുള്ള ബാറ്ററി ഒഴുകി അങ്ങ് പോകുന്നില്ല. അതല്ലെങ്കിൽ ബാറ്ററിൽ മുക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കാനായിട്ടായിരിക്കും എക്സസ് ആയിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയിരുന്ന തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഒരു ചൂടുണ്ടല്ലോ, ഓയിൽ ഒട്ടും തന്നെ പുകയാൻ പാടില്ല. ഓയിൽ പുകയുന്നതനുസരിച്ച് അച്ചും ചൂടാവും. അപ്പോൾ ഓവറായിട്ട് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി പിടിക്കില്ല. തീരെ ചൂടില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മോൾഡിൽ നിന്ന് വിട്ടു പോരില്ല. അതുകൊണ്ട് വലിയ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2-3 ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിൽ ഒരു 10 സെക്കൻഡ് ഇട്ട് വെക്കാം. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ കുടഞ്ഞു കളഞ്ഞ് നേരെ ബാറ്ററിലേക്ക് മുക്കാം. 3 സെക്കൻഡ് മാത്രം ബാറ്ററിൽ മുക്കിയാൽ മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ബാറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കളഞ്ഞ ശേഷം ഓയിലിലേക്ക് മുക്കാം. അങ്ങനെ 2-3 അച്ചപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. 2 ചിലപ്പോൾ 3 ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഓയിലിൽ അച്ച് കിടക്കേണ്ടി വരും. അച്ചപ്പത്തേനും ഒരുവിധം ചൂടാറിപ്പോയിട്ടുണ്ടാവും. ഇരുമ്പിൻ്റെ അച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഈ ഒരു പ്രശ്നം വരലില്ല കേട്ടോ. അത് പെട്ടെന്ന് അങ്ങ് ചൂടാറിപ്പോവില്ല. കുറേ സമയമൊക്കെ ഇരുമ്പിൻ്റെ അലയൊക്കെ നന്നായിട്ട് ചൂട് നിൽക്കും. ഈ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് സമയം പെട്ടെന്ന് ചൂടാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള അച്ചിനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളുടെ അച്ചപ്പം 3/4% കംപ്ലീറ്റ് കറക്റ്റായിട്ട് വരും. ബാക്കി ഒരു 1/4 ഭാഗം മാത്രമാണ് ബാറ്ററിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അച്ചപ്പം കംപ്ലീറ്റ് ആവാണ്ട് വരാം. കണ്ടില്ല, നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പങ്ങൾ റെഡി ആവുന്നുണ്ട്. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, കളർ മാറുന്നതനുസരിച്ച് ഒരു സൈഡ് വേവുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. പിന്നെ അച്ചപ്പം താഴത്തേക്ക് താന്നു പോകുന്നത് കുക്കായ ശേഷം കേട്ടോ. അതുവരെ പൊങ്ങി തന്നെ കിടക്കും. ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് അച്ചപ്പത്തിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാധാരണ അളവ് കപ്പ് ഉണ്ടല്ലോ, 250 ml, അതിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്.
ഏകദേശം ഒരു 20 അച്ചപ്പം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം അച്ചപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ പൊടിയെടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഇനിയും കാണാം. താങ്ക്